വെളിച്ചെണ്ണയ്ക്ക് വില ഉയർന്നതിന് പെട്രോളിയം കമ്പനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അതിന്റെ പങ്കുണ്ടോ? ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി അല്ലെങ്കിൽ വിചാരിക്കാൻ പറ്റുന്നതിനപ്പുറം ഉയർന്നതിൽ പെട്രോളിയം മിനിസ്ട്രിക്ക് പങ്കുണ്ടോ? ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്റെ പൊന്നു ദൈവമേ, സുരേഷ് ജി വീണ്ടും വന്നിട്ടുണ്ട് പുതിയ മണ്ടത്തരങ്ങളുമായിട്ട്. സുരേഷ് ജി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ആവശ്യമായി തേങ്ങ, അത്രയും ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കണേ അത്രയും തേങ്ങ കേരളത്തിലുണ്ടോ? ഇല്ല. പുറത്തുനിന്ന് കൊണ്ടുവരണം. അന്നേരം അത് ആളുകൾ പുറത്ത് കെട്ടിവെച്ചോണ്ട് വരാൻ പറ്റില്ലല്ലോ. പെട്രോൾ ഒഴിച്ച വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ച വണ്ടി. അപ്പൊ അതിന് വില കൂടിയാല് അതിനെ ബാധിക്കില്ലേ ജി? ജിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പോട്ടെ, ബാക്കിയുണ്ട് കേട്ടെ. ചായയുടെ വില 12 രൂപ. അതെ, എല്ലാം പെട്രോളിയം ആണ് അല്ലേ? കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ബെസ്റ്റ്. ചക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് പറയുക. എന്റെ പൊന്നു സുരേഷ് ജി, പെട്രോൾ അല്ല, ഗ്യാസ് കത്തിച്ചാലേ ചായ തിളയ്ക്കുള്ളൂ. ഗ്യാസിന് വില കൂടിയ സാധനങ്ങൾക്ക് വില കൂടില്ലേ? പാവം ജിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. കുറെ വർഷങ്ങളായിട്ട് ജിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്നാ തോന്നുന്നത്. തീർന്നിട്ടില്ല, ബാക്കി കേട്ടെ. സർ, ലോകത്ത് പാചകവാതകം വീടുകളിൽ എത്തുന്നതിന് ഇത്രയും വില കുറച്ച് ലോകത്ത് ഒരു രാജ്യവും വിൽക്കുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. അല്ല, ജിയോട് ആരാ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നതെന്ന്? ടോപ്പ് 10 രാജ്യങ്ങളില് ഇന്ത്യയുടെ പേരുണ്ടോന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. പാചകവാതത്തിന് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ലോകത്തിലെ 10 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പേരില്ല ജി. ബാക്കിയൊന്നും കേട്ടെ. യുദ്ധത്തിന് മുമ്പ് എത്രയാണെന്നറിയാം ഒരു വീടിന്റെ കൺസംഷൻ റേറ്റ്? എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? 4 പേരുള്ള ഒരു കുടുംബത്തിന് ഒരു ദിവസം 9 രൂപയുടെ ഗ്യാസ് ആണ് കത്തിക്കുന്നത്. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. വേറെ ഏത് ഉൽപ്പന്നമാണ് സാർ നിങ്ങൾക്ക് കിട്ടുന്നത്? ക്യാബേജ് കിട്ടുമോ? ക്യാരറ്റ് കിട്ടുമോ? മത്തങ്ങ കിട്ടുമോ? എന്റെ പൊന്നു സുരേഷ് ജി, സത്യമായിട്ടും തൃശ്ശൂരുകാരെ നിങ്ങൾക്കിത് വന്നല്ലോ എന്ന് ചോദിക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. എന്തായാലും സുരേഷ് ജിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയുക. പുള്ളിയുടെ ഈ ഡയലോഗ് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നതല്ല സർ, തീർച്ചയായിട്ടും അല്ല. ഞാൻ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് സർ കാര്യങ്ങളെല്ലാം പറഞ്ഞത്.